ലോകമെല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പുറകെയാണ്. ഏതൊരു ബിസിനസ്സിലാണെങ്കിലും ഇൻ്റഗ്രേഷൻസ് വരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദുബായിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്ത് എന്തൊരു സാധനം വന്നാലും ആദ്യം ദുബായിൽ ടേക്കപ്പ് ചെയ്യുക എന്നുള്ളൊരു പ്രവണത കാണുന്നുണ്ട്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യത എന്തായാലും അവർ ഉപയോഗിക്കുന്നുണ്ട്. അത് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് സാധ്യത, അപ്പോൾ അറിയാവുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഒരു ബിസിനസ് സാധ്യതയാണ് ദുബായിലുള്ളത് ആക്ച്വലി? ഇപ്പോൾ അതൊക്കെ തുടങ്ങുമ്പോൾ പറഞ്ഞ പോലെ തന്നെ ഏതൊരു ബിസിനസ് സാധ്യത വന്നാലും ദുബായ് അതിനെ ഭയങ്കരമായിട്ട് വെൽക്കം ചെയ്യുന്ന ഒരു കൺട്രിയാണ്. അപ്പോൾ UAE ഇതിന്റെ സാധ്യത ഭയങ്കരമായിട്ടുണ്ടെന്ന് മാത്രമല്ല, അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും ഗവൺമെന്റ് ചെയ്തു കഴിഞ്ഞു എന്ന് പറയാം. ഏത് അർത്ഥത്തിലാണെന്ന് വെച്ചാൽ, എക്കണോമിക് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ ട്രേഡ് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്ന അതോറിറ്റി. അവിടെ ആ ആക്ടിവിറ്റി ലിസ്റ്റിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞു ഗവൺമെന്റ്. അപ്പോൾ ജനങ്ങൾക്ക് ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കാണല്ലോ ആ ബിസിനസ്സിലേക്കുള്ള. അപ്പോൾ അതാണല്ലോ ഫസ്റ്റ് സ്റ്റെപ്പ്, ആ ബിസിനസിന്റെ ഒരു ആക്ടിവിറ്റി തുടങ്ങുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് സാധ്യതകളുണ്ട്. ഒന്ന് റിസർച്ചാണ്. അപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഇപ്പോഴും സോഫ്റ്റ്വെയറുകളുടെ റിസർച്ചുകളും ഡെവലപ്മെന്റ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റിസർച്ച് ചെയ്യാനുള്ള ആക്ടിവിറ്റി വന്നു കഴിഞ്ഞു. രണ്ട്, നമ്മളൊരു സർവീസ് പ്രൊവൈഡറായിട്ട് AI ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ ഭാവിയിൽ ദുബായിൽ AI മാത്രമായിട്ടൊരു ഫ്രീ സോണൊക്കെ വരുമെന്നുള്ള ഇന്റർനെറ്റ് സിറ്റിയൊക്കെ പോലെ വരുമെന്ന് പിന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം സാധ്യതയാണ് അതിനകത്തുള്ള. അപ്പം ഇപ്പോൾ ഒരു ഡിസൈനറാണ്. നമ്മൾ പണ്ട് ഫോട്ടോഷോപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ പിന്നെ കോറൽ ഡ്രോയിലൊക്കെ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം ഇല്ലുസ്ട്രേറ്ററൊക്കെ മാറി ആളുകൾ പ്രിസ്മ, ഫിഗ്മ, അഡോബിന്റെ തന്നെ പുതിയ AI ടൂൾസുകൾ വന്നു തുടങ്ങി. അപ്പം അതിൽ തന്നെ ഡിസൈനർ ആയിക്കൊണ്ടുള്ള ഒരുപാട് പേരുടെ പിന്നെ പ്രൊഡക്ട്സ് ഒക്കെ മാർക്കറ്റിൽ കാണാൻ തുടങ്ങി, ഡിസൈൻ ചെയ്തുകൊണ്ടുള്ള. ഇപ്പം വലിയ രീതിയിൽ അതൊക്കെ ദുബായിൽ ഇപ്പം മലയാളി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ജോൺ എന്നൊക്കെ പറഞ്ഞ ആള്. ഗവൺമെന്റ് തന്നെ നമ്മുടെ മലയാളിയുടെ വീഡിയോസും അദ്ദേഹം ചെയ്ത ഫോട്ടോസും ഒക്കെ ദുബായിൽ സ്നോ വരുന്ന പോലെയൊക്കെ അങ്ങനെയൊക്കെയുള്ള ഫോട്ടോസ് തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം ബിസിനസിന്റെ സാധ്യതയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇനിയിപ്പോൾ വേണമെങ്കിൽ പുതിയ ജനറേഷനിലെ ആളുകൾക്ക് ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരു ഡിസൈനിങ് ഒരു സ്റ്റുഡിയോ തന്നെ ആരംഭിക്കണം, ഡിസൈനിങ് മേഖല ആരംഭിക്കണം. ഡിസൈൻ സെക്ടറിൽ പറയുകയാണെങ്കിൽ ഇത്തരം ഡിസൈനുകൾ ചെയ്തു കൊടുക്കാനുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ആർക്കിടെക്ചറൽ മേഖലയിൽ പറയുകയാണെങ്കിൽ, പണ്ട് നമ്മൾ റെൻഡർ ചെയ്യാൻ വേണ്ടി 3D Max യൂസ് ചെയ്യുന്നു, ഒരുപാട് സമയം എടുക്കുന്നു, അങ്ങനെ റെൻഡർ ചെയ്തിട്ടൊക്കെ വരുന്നു. ഇപ്പോൾ അതിനൊക്കെ സോഫ്റ്റ്വെയറിൽ വന്നു തുടങ്ങി. ഞാൻ പറയുകയാണെങ്കിൽ ഹോം എന്ന് പറഞ്ഞിട്ട് ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ അതിൽ ആളുകൾ ഈ 3D റെൻഡറിങ് ഒക്കെ ഇതിനകത്ത് കമന്റ് ഇട്ടുകൊണ്ട് കൃത്യമായിട്ട് ക്രിയേറ്റ് ചെയ്ത് വരുന്നു. ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ നമുക്ക് ബിസിനസ്സായിട്ട് തുടങ്ങാനുള്ള വലിയൊരു സാധ്യത. ഞാനിപ്പോൾ നിങ്ങളോട് ഇപ്പോൾ നമ്മളൊരു ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്ന ഒരാൾ എന്ന രൂപത്തിൽ പറയുകയാണെങ്കിൽ, അങ്ങനെ ഒരു ബിസിനസ് സാധ്യത, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ AI സ്പെഷ്യലിസ്റ്റ് ആയ ഒരാളാണെങ്കിൽ എനിക്ക് ദുബായിൽ വന്നു കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും സെപ്പറേറ്റ് ലൈസൻസിൻ്റെ ആവശ്യമുണ്ടോ, അതോ വേറെ ഏതെങ്കിലും ലൈസൻസിലാണ് അത് ആഡ് ഓൺ ചെയ്യുന്നത്? ഈ കാറ്റഗറിക്ക് ഇപ്പോൾ ലൈസൻസ് വന്നു. അതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡെവലപ്പിംഗ് സർവീസസ്, അതായത് അതുപോലെയുള്ളത്. പിന്നെ റിസർച്ച് സർവീസസ്, ഇങ്ങനെയൊക്കെയുള്ള ഇനിയും പുതിയ ആക്ടിവിറ്റികൾ വന്നേക്കാം. ഇപ്പോൾ ഓരോ ദിവസവും ഇത് ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കാലഘട്ടത്തിനനുസരിച്ച് നമ്മളത് പിന്നെ സ്വീകരിച്ചേ പറ്റൂ. നമ്മുടെ നാട്ടിൽ മതിലിന്റെ മുകളിൽ എഴുതിയിരുന്ന ആളുകളുണ്ട്, നമ്മൾ നല്ല ചിത്രം വരച്ചിരുന്ന ആളുകളുണ്ട്. ഫ്ലക്സ് വന്നു. ആ സമയത്ത് നമ്മൾ പിന്നെ കോറൽ ഡ്രോയിലേക്ക് ആ ഡിസൈൻ മാറി. ഇത് കാലഘട്ടത്തിനനുസരിച്ചിട്ട് മാറുമ്പോൾ നമ്മളത് പിന്നെ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ ഇപ്പം നമുക്ക് ഇതിനകത്തൊരു ഓഡിയൻസ് കൊടുക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ AI ഇൻ്റഗ്രേഷൻ റിലേറ്റ് ചെയ്യുന്നൊരു ബിസിനസ് ചെയ്യാനാണ് നിങ്ങൾ ദുബായിൽ പോകുന്നത് എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി സെപ്പറേറ്റ് ലൈസൻസ് ഉണ്ടെന്ന് അർത്ഥം എടുക്കണം. ഇപ്പോഴത്തെ അതിൽ പുതിയ ആക്ടിവിറ്റി വന്ന സ്ഥിതിക്ക് നമ്മളത് സെപ്പറേറ്റ് ലൈസൻസ് എടുത്തുകൊണ്ട് ഏതാ ലൈസൻസിന് പറയുന്ന പേരെന്തായിരിക്കും? നോർമൽ ഒരു പ്രൊഫഷണൽ ലൈസൻസ് ആണ്. ആ സർവീസ് സെക്ടറിലുള്ള ലൈസൻസ് 100% ഓണർഷിപ്പിൽ നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ ലൈസൻസ് എടുക്കാം. കോസ്റ്റ് വളരെ കുറവാണ്, കാരണം നമുക്ക് വിർച്വൽ അഡ്രസ്സിൽ ചെയ്യാനായി സാധിക്കും. ഇനിയിപ്പോൾ അത് അവർക്ക് ഫ്രീലാൻസായി ചെയ്യണമെങ്കിൽ ഇത്തരത്തിലൊരു വിർച്വൽ അഡ്രസ്സിൽ ലൈസൻസ് എടുത്തുകൊണ്ട് വീട്ടിലിരുന്ന് തുടങ്ങി പിന്നീട് ഓഫീസ് എടുത്താലും മതി. വിർച്വൽ എടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരുപാട് ടാലൻസ് ഉണ്ട്. അതെ, അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടൈപ്പ് ഓഫ് ഒരു ബിസിനസ്സാണ് നിങ്ങൾ UAE ചെയ്യാനായിട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലൈസൻസ് നമുക്ക് ഉണ്ടെന്ന് അർത്ഥം, അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ അതിൽ വരുന്ന പുതിയ ആക്ടിവിറ്റി അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തുടങ്ങുന്നതിന് മുമ്പ് നമ്മളോട് കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ പുതിയ ആക്ടിവിറ്റീസുകളും പറഞ്ഞു കൊടുക്കാൻ പറ്റും. ടെക്നോളജി ആകുമ്പോൾ ഡെയിലി മാറിക്കൊണ്ടിരിക്കും. അതെ, ടെക്നോളജി ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ AI എന്ന് പറയുന്ന സാധനത്തിന് AI വന്നപ്പോൾ കുറേ ആൾക്കാരുടെ ജോലി പോകുമോ എന്ന് ചിന്തിച്ച ഒരുപാട് ആൾക്കാരാണ്. പക്ഷേ
അതിനേക്കാൾ ഉപരി അതിൽ നല്ലൊരു തൊഴിൽ സാധ്യത ഉണ്ടെന്നാണ് നമ്മൾ അതിനെ പറയേണ്ടത്. പക്ഷെ അതൊരു ബിസിനസ്സായിട്ട് ദുബായിൽ തുടങ്ങാൻ പറ്റും അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും നമ്മുടെ സുഹൃത്തുക്കൾ എന്തായാലും ട്രൈ ചെയ്യട്ടെ. ഒരുപാട് ടാലൻസ് ഉണ്ടല്ലോ, പുതിയ പുതിയ കാര്യമൊക്കെ ഡെവലപ്പ് ചെയ്യല്ലേ കേട്ടോ. നിങ്ങളെ വിളിക്കും എല്ലാവരും, ഞാൻ നമ്പർ കൊടുക്കും നിങ്ങൾ. അപ്പോൾ ഇതായാലും നമ്മുടെ ഈ പോഡ്കാസ്റ്റുകളെ നമ്മൾ സത്യം പറഞ്ഞാൽ ഈ പോഡ്കാസ്റ്റ് ഇങ്ങനത്തെ ഒരു വീഡിയോസിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ ഒരു സെഗ്മെൻറ്റിൽപ്പെട്ട ആൾക്കാർക്ക് ഉപകാരപ്പെടുകയാണ്. ഇപ്പോൾ ദുബായിലെ ബിസിനസ് സെറ്റപ്പ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ റിയാസ് ഭായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ. താങ്ക് യു സോ മച്ച്. വീണ്ടും ഇരിക്കാം. താങ്ക് യു.